വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോയെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സീറോ മലബാർ സഭയിലെ ഒരു പള്ളിയിലച്ഛൻ്റെ വീഡിയോ ആണത്. ഈ അച്ഛൻ ഇതുപോലെ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പ്രശ്നം മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗത്തിലും കയറുന്നതിലുള്ള കുശുമ്പാണ്. ലത്തീൻ സഭയിലെ അച്ഛന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സീറോ മലബാർ സഭയിലെ അച്ഛന്മാർക്കാണ് ഈ കുശുമ്പ് കൂടുതലും കണ്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം അച്ഛൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. 2025 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 200 റാങ്കിൽ EWS സംവരണത്തിന് അർഹതയുള്ളവർ വന്നിരിക്കുന്നത് വെറും 11 പേര് മാത്രമാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അത് 73 ആണ്. ഓക്കെ, 201 മുതൽ 400 വരെയുള്ള റാങ്കുകൾ എടുക്കുമ്പോൾ EWS വിഭാഗത്തിൽ നിന്ന് വെറും 8 പേരാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് 90 പേരാണ്. അങ്ങനെ 1000 വരെയുള്ള ആദ്യത്തെ 1000 വരെയുള്ള റാങ്ക് കണക്കാക്കുമ്പോൾ EWS കാറ്റഗറിയിൽ ആകപ്പാടെ 45 പേർക്ക് മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള യോഗ്യത കിട്ടുന്നത്. നേരെ മറിച്ചത് മുസ്ലിം സമുദായത്തിലേക്ക് വരുമ്പോൾ 431 ആണ്. എന്താണ് അച്ഛൻ പറയുന്നത്? EWS സീറ്റുകൾ സമം മുസ്ലിം എന്ന ഫോർമുലയാണ് അച്ഛൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. EWS വിഭാഗത്തിന് കേവലം 10% സംവരണ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന സഹതാപം ഉയർത്തിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മെറിറ്റിലും സംവരണത്തിലും നേടിയ മുഴുവൻ കണക്കുകളെ ഒന്നിച്ച് അവതരിപ്പിച്ചാണ് അച്ഛൻ ഈ വിദ്വേഷം പറയുന്നത്. വീഡിയോയിൽ അച്ഛൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പാതകം EWS എന്ന മുന്നാക്ക ജാതി സംവരണത്തെ പ്രാതിനിധ്യമായി തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്നതാണ്. സർവീസിൽ പ്രാതിനിധ്യം കുറഞ്ഞ പിന്നാക്ക വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം നൽകാനാണ് സംവരണം. എന്നാൽ EWS ആരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഉപാധിയല്ല. അത്തരത്തിൽ EWSന് അർഹരായ സമുദായങ്ങളുടെ പ്രാതിനിധ്യ കണക്കുകൾ എടുത്തിട്ടുമില്ല. ജനസംഖ്യയുമായി ചേർത്തു വെച്ചാണ് പ്രാതിനിധ്യം കുറവാണോ കൂടുതലാണോ എന്ന് നിർണ്ണയിക്കേണ്ടത്. അതായത് നിലവിൽ എല്ലാ രംഗങ്ങളിലും അമിതമായ പ്രാതിനിധ്യമുള്ള മുന്നാക്ക സമുദായങ്ങൾക്ക് വീണ്ടും 10% സംവരണം EWS എന്ന പേരിൽ നൽകുന്നത് തന്നെ അനീതിയാണ്. അതവിടെ നിൽക്കട്ടെ, അതേക്കുറിച്ച് വിശദമായ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ അച്ഛൻ പറയുന്ന ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. PSC പരീക്ഷയായാലും നീറ്റ് പരീക്ഷയായാലും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ ജാതി ഘടകമേ അല്ല. മറിച്ച് അവർ ടെസ്റ്റിലും എൻട്രൻസ് പരീക്ഷയിലും മറ്റും നേടുന്ന മാർക്ക് മാത്രമാണ് മാനദണ്ഡം. കൂടുതൽ മാർക്ക് നേടിയാൽ മുന്നിൽ വരും. അവിടെ നായരെന്നോ സിറിയൻ കത്തോലിക്കനെന്നോ ഈഴവരെന്നോ മുസ്ലിം എന്നോ പട്ടികജാതിയെന്നോ പരിഗണനയില്ല. ആദ്യത്തെ 100 റാങ്കുകളിൽ 73 മുസ്ലിങ്ങളും 11 EWSും വന്നിട്ടുണ്ടെങ്കിൽ അതവർ മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടാണച്ചോ. 200 മുതൽ 400 വരെ റാങ്കിൽ EWS 8ഉം മുസ്ലിം 91 വരാൻ കാരണവും അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ്. ആദ്യത്തെ 1000 റാങ്കുകളിൽ EWS 45ഉം മുസ്ലിം 421 വരാൻ കാരണം അവർക്ക് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് അല്ലെങ്കിൽ റാങ്ക് കിട്ടിയത് കൊണ്ടാണ്. പിന്നാക്ക വിഭാഗക്കാർ സംവരണത്തിലൂടെ കയറിയാലും മെറിറ്റിലൂടെ കയറിയാലും ഇതുപോലുള്ള ചില അച്ഛന്മാർക്ക് സഹിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളാണ് കയറുന്നതെങ്കിൽ ഈ അച്ഛന്മാർ ഉടനെ കൃസംഖ്യകളായി മാറും. സംവരണത്തിലൂടെ മാർക്ക് കുറഞ്ഞ പിന്നാക്ക വിഭാഗക്കാർ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പ്രവേശിച്ച് ആ പ്രൊഫഷന്റെ വില കളയുന്നു എന്ന മട്ടിലുള്ള പരിദേവനമായിരുന്നു ഒരു കാലത്ത് ഇത്തരം അച്ഛന്മാർക്കുണ്ടായിരുന്നത്. എന്നാൽ EWS എന്ന മുന്നാക്ക സംവരണം വന്നതിൽ പിന്നെ ആ കരച്ചിൽ പരസ്യമായി ഇപ്പോൾ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇനി പറയുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാകും. ഈ കഴിഞ്ഞ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയിൽ മെയിൻ പരീക്ഷയിൽ പിന്നാക്കക്കാർക്ക് യോഗ്യതാ മാർക്ക് 636 ആയിരുന്നെങ്കിൽ EWSകാർക്ക് അത് 629 ആയിരുന്നു. സിവിൽ സർവീസിൽ പ്രിലിമിനറി കടക്കാൻ OBCക്ക് 92 മാർക്ക് വേണ്ടി വന്നപ്പോൾ 89.34 കിട്ടിയ EWSകാരൻ കടന്നുകൂടി. സിവിൽ സർവീസ് മെയിനിൽ ഇത് യഥാക്രമം 717ഉം 706ഉം, ഫൈനലിൽ 931ഉം 926 മാർക്കായിരുന്നു. കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് പരീക്ഷയിൽ യോഗ്യതയ്ക്ക് പിന്നാക്ക ജാതിക്കാർക്ക് 278.20 മാർക്ക് വേണ്ടി വന്നപ്പോൾ മുന്നാക്കക്കാർക്ക് 251.18 മതിയായിരുന്നു. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ്റെ കാര്യമെടുത്താൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 500ൽ 210 കിട്ടിയാൽ മുന്നാക്കക്കാർക്ക് പ്രവേശനം കിട്ടും. എന്നാൽ പിന്നാക്ക ജാതിക്കാർക്ക് 230 കിട്ടിയാലേ കടന്നുകൂടാൻ കഴിയൂ. മെക്കാനിക്കലിൽ OBCക്ക് 236 വേണ്ടപ്പോൾ EWS 208 മതി. വിവിധ വിഷയങ്ങളിലെ UGC പരീക്ഷയ്ക്കും സ്ഥിതി വ്യത്യസ്തമല്ല. എക്കണോമിക്സിൽ PhDക്ക് പ്രവേശനത്തിന് മുന്നാക്കക്കാർക്ക് 152 മാർക്ക് മതിയായിരുന്നുവെങ്കിൽ പിന്നാക്കക്കാർക്ക് 156 വേണം. പൊളിറ്റിക്സിൽ മുന്നാക്കക്കാർക്ക് 150, പിന്നാക്കക്കാർക്ക് 152. ഫിലോസഫി EWSകാർക്ക് 150, OBC 158. സൈക്കോളജി EWS 160,
OBC 164. ഹിസ്റ്ററി EWS 152, OBC 156. ആന്ത്രോപോളജി EWS 138, OBC 142. എഡ്യൂക്കേഷൻ EWS 142, OBC 144. മലയാളം EWS 146, OBC 150. സോഷ്യോളജി EWS 168, OBC 170. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ തവണ പൊതുമെറിറ്റിലെ അവസാന റാങ്ക് 234 ഈഴവ 475, മുസ്ലിം 280, EWS 1104. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനറൽ മെറിറ്റ് 370, ഈഴവ 611, മുസ്ലിം 450, EWS 1328. കോട്ടയം മെഡിക്കൽ കോളേജ് EWS 1496, ഈഴവ 815, മുസ്ലിം 673. ചുരുക്കം പറഞ്ഞാൽ മുന്നാക്ക സംവരണത്തിലൂടെ അച്ഛനൊക്കെ നേരത്തെ വിലപിച്ചിരുന്ന കഴിവും യോഗ്യതയും കുറഞ്ഞ മുന്നാക്ക സമുദായക്കാർ വിദ്യാലയ പ്രവേശനവും ഉദ്യോഗ പ്രവേശനവും നേടിയെടുക്കുന്ന കാര്യം മാധ്യമം പോലെയുള്ള പത്രങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലുള്ള വേവലാതിയാണ് അച്ഛനെ കൊണ്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന വീഡിയോ ചെയ്യിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. പണ്ടത്തെ കാലമല്ല അച്ഛോ, ഇതൊക്കെ സ്പോട്ടിൽ പൊളിച്ചെടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. അച്ഛൻ്റെ വീഡിയോയിൽ തന്നെ നിരവധി ആളുകൾ കമൻ്റായി അത് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഉഡായിപ്പുകളുമായി ഇനിയും രംഗത്ത് വരരുതെന്നാണ് അച്ഛനോടും അച്ഛനെ പോലെയുള്ള മറ്റുള്ളവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്.